ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഇയ്യോബിന്റെ പുസ്തകം 23 അധ്യായം 10 വാക്യം. പഴയ നിയമ ഭക്തന്മാർക്ക് മുൻപ് ജീവിച്ചിരുന്ന വളരെ വിശ്വസ്തനായ ദൈവത്തെ സേവിച്ച ഭക്തനായ വ്യക്തിത്വം ഇയ്യോബ്. സമൃദ്ധിയുടെ കൊടുമുടിയിൽ നിന്ന് പരിശോധനയുടെ ഇരുട്ടിലൂടെ സഞ്ചരിച്ച പരമഭക്തൻ. താൻ പറയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഇവിടെ ഇയ്യോബിനെയല്ല, ഇയ്യോബിന്റെ വിശ്വാസമാണ് ശോധന ചെയ്തത്. ശോധന ചെയ്യാത്ത വിശ്വാസം വിശ്വസിക്കാൻ കൊള്ളാവുന്നതല്ല. വിശ്വാസത്തിന്റെ വിശ്വാസ്യതയ്ക്ക് പരിശോധനകൾ ആവശ്യമാണ്. 1 പത്രോസ് 1:7 പറയുന്നു, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാണ്. ക്രിസ്തുഭക്തന്റെ വിശ്വാസം കഷ്ടതയുടെ വറചട്ടിയിൽ തീയിൽ ശോധന ചെയ്തതാണ്. അതിന്റെ മാറ്റ് കൂട്ടുന്നത് അല്ലെങ്കിൽ അതിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നത്, അതിന്റെ തനിമ വെളിപ്പെടുത്തുന്നത്. അതെ, ആ ശോധനയെക്കുറിച്ചാണ് ഇയ്യോബ് പറഞ്ഞത്. കൊടുങ്കാറ്റിന് നടുവിൽ വിശ്വാസം വളരുന്നു. ഫെയ്ത്ത് ഗ്രോസ് ഇൻ ദി മിഡ്സ്റ്റ് ഓഫ് സ്റ്റോംസ് എന്ന് ഒരു ഭക്തൻ പറഞ്ഞിരിക്കുന്നു. മുൻപിൽ ഒന്നും കാണാനില്ലാത്തപ്പോൾ അതുവരെ കണ്ടിട്ടില്ലാത്തവയെ മുൻപിൽ പ്രദർശിപ്പിക്കുന്നതാണ് വിശ്വാസം. അത് അസാധ്യങ്ങളെ സാധ്യമാക്കും. നമുക്കറിയാം, വിശ്വാസം എപ്പോഴും അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കും. വിശ്വാസത്തിന് വളർച്ചയ്ക്ക് കാറ്റുകൾ, ചിലപ്പോൾ കൊടുങ്കാറ്റുകൾ തന്നെ അനിവാര്യമാണ്. ആത്മീയ അന്തരീക്ഷത്തിൽ അസ്വസ്ഥത ആളിപ്പടരുമ്പോൾ വിശ്വാസം വളരും. അത്തരം മണ്ണിലാണ് വിശ്വാസത്തിന് വേരോട്ടം ലഭിക്കും. അവിടെ വളരുന്ന വിശ്വാസം ഫലപ്രദമായിരിക്കും. ഇവിടെ ഇയ്യോബ് പറയുന്നു, ഞാൻ നടക്കുന്ന വഴി, ഇന്ന് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന വഴി ഇന്നലെ ഞാൻ കണ്ടിരുന്നേയില്ല. നാളെ ഞാൻ നടക്കേണ്ട വഴി ഇന്ന് എനിക്ക് അദൃശ്യവും അജ്ഞാതവുമാണ്. എന്നാൽ എനിക്കൊരു ധൈര്യമുണ്ട്. ഞാൻ നടക്കുന്ന വഴി ദൈവം അറിയുന്നു. അത് തികച്ചും ആശ്വാസകരമാണ്. കാരണം നാളെ ഒരു അനർത്ഥം, അപകടം സംഭവിക്കുമെന്ന് ഇന്നേ ഞാൻ അറിഞ്ഞാൽ ഞാൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എത്ര വലുതാണ്. എന്നാൽ അത് നമ്മുടെ ഉടയവൻ അറിഞ്ഞാൽ, സൃഷ്ടിതാവ് അറിഞ്ഞാൽ, സർവശക്തൻ അറിഞ്ഞാൽ അവിടെ എനിക്കൊരു പോക്കുവഴിയുണ്ട്, പരിഹാരമുണ്ട്. അതാണ് വിശ്വാസ വഴി, the way of faith. അതാണ് വിശ്വാസത്തിന്റെ മഹത്വം. പൗലോസ് പറയുന്നു, കാഴ്ചയാലല്ല വിശ്വാസത്തലത്രേ ഞങ്ങൾ നടക്കുന്നത്. അതെ, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 കാര്യങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാന ശിലകളാണ്. വിശ്വാസ സ്നേഹത്തിലേക്കും സ്നേഹം നമ്മെ പ്രത്യാശയിലേക്കും നയിക്കും. സ്നേഹം എല്ലാം വിശ്വസിക്കും, എല്ലാം പ്രത്യാശിക്കും. എന്നാൽ ബൈബിൾ വ്യക്തമാക്കുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ആ വിശ്വാസം ദൈവത്തിലുള്ള ആശ്രയമാണ്. അത് കാഴ്ചയാലല്ല, കണ്ണുകൊണ്ട് കാണുന്നതോ ചെവി കൊണ്ട് കേൾക്കുന്നതോ ബുദ്ധിപരമായി നാം അറിയുന്നതോ അതിനേക്കാൾ അപ്പുറമാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി, വിശ്വാസത്തിന്റെ അത്ഭുതം. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 11:1 പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ആ ക്രൈസ്തവ വിശ്വാസം കേൾവിയാലാണ് ജന്യമാകേണ്ടത്. എന്ത് കേൾക്കുന്നു? ലോകത്തിന്റെ ശബ്ദമല്ല, അല്ലെങ്കിൽ നമ്മുടെ കാതുകളിൽ എത്തുന്ന മറ്റ് ശബ്ദങ്ങളല്ല. റോമാലേഖനം 10:7 പറയുന്നു, വിശ്വാസ കേൾവിയാൽ, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവിടുത്തെ വചനത്തിലൂടെ കേട്ട് കണ്ടതുപോലെ അംഗീകരിച്ച് ആശ്രയിക്കുന്നതിനാണ് ക്രിസ്തു വിശ്വാസം. വചനത്തിന്റെ സാക്ഷ്യം മാത്രമല്ല ആ വിശ്വാസത്തിന് ഹേതുവാകുന്നത്, ആ വിശ്വാസത്തിന് ചരിത്രത്തിന് പിന്തുണയുണ്ട്. ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനം ഒരു ചരിത്ര സത്യമാണ്. അപ്പോൾ അതെനിക്ക് വിശ്വസിക്കാം. അവിടെയാണ് അന്ധവിശ്വാസവും ക്രിസ്തീയ വിശ്വാസവും തമ്മിലുള്ള അന്തരം വെളിപ്പെട്ട് വരുന്നത്. ആത്മരക്ഷയ്ക്ക് വേണ്ടി കൃപയാൽ വിശ്വസിക്കുന്ന ഒരുവൻ മരണം വരെ നയിക്കുന്നത് ഒരു വിശ്വാസ ജീവിതമാണ്. അവൻ വിശ്വാസിയായി മാറുകയാണ്. കണ്ടിട്ടില്ലാത്ത ദൈവത്തെ കണ്ടതുപോലെ വിശ്വസിച്ച്, കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ അസാധ്യങ്ങൾ എല്ലാം സാധ്യമാണെന്ന് ഉറച്ചു വിശ്വസിച്ച്, കണ്ടിട്ടില്ലാത്ത ഒരു സ്വർഗത്തിൽ ഒരു നാൾ എത്തുമെന്നുള്ള പ്രത്യാശയോടെ ജീവിതത്തെ നയിക്കുന്നതിനെ വിശ്വാസ ജീവിതം എന്ന് വിളിക്കാം. ഇപ്രകാരം ജീവിക്കുന്നവനെ നമുക്ക് ക്രിസ്ത്യാനി എന്ന് പേര് നൽകാം. അവിടെയാണ് പറയുമ്പോഴവരെ കാണാത്ത കാര്യങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങളല്ല, കാണാത്ത കാര്യങ്ങൾ. അത് കാഴ്ചയാലല്ല, ബുദ്ധിപരമല്ല, യുക്തിപരമായിട്ടുള്ള ചിന്താസരണികളിലല്ല, ആശയപരമായ ഏറ്റുമുട്ടലുകളല്ല, ശാസ്ത്രത്തിന്റെ വികാസ പരിണാമങ്ങളല്ല. പിന്നെന്താണ്? ദൈവത്തിലുള്ള, ദൈവവചനത്തിലുള്ള പൂർണ്ണമായിട്ടുള്ള എന്റെ ബോധ്യങ്ങൾ, ഞാൻ ഉറപ്പിക്കപ്പെട്ട സത്യങ്ങൾ. അവിടെയാണ് എന്റെ വിശ്വാസം കരുത്തുള്ളതായിത്തീരുന്നത്. അവിടെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്, ഞങ്ങൾ നടക്കുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്തിലത്രേ ഞങ്ങൾ നടക്കും. ഒരുപക്ഷെ ഞാൻ നടക്കുന്ന വഴി കൂരിരുൾ താഴ്വരകളാണ്. ചിലപ്പോൾ അത് കണ്ണുനീർ താഴ്വരകളായി മാറും. കഷ്ടതയുടെയും ശോധനയുടെയും ദുഃഖത്തിന്റെ വഴികൾ കൂടി കടന്നു പോകേണ്ടി വന്നേക്കാം. പക്ഷെ അവിടെയും ഒരു ദൈവമുണ്ട്, എന്നോട് കൂടെ ഇരിക്കുന്നു. ഞാൻ ഭയപ്പെടുന്ന വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നു. എനിക്ക് പ്രതികൂലമായതിനെ തരണം ചെയ്യുവാൻ എനിക്ക് ശക്തി നൽകുന്ന ദൈവം അവിടെയുണ്ട്. അവിടെ എനിക്ക് വിജയമുണ്ട്. അവിടെ ഞാൻ ദൈവകരങ്ങളിൽ സുരക്ഷിതനായിരിക്കും. അവിടുത്തെ താഴ്വരകളോ ഗർത്തങ്ങളോ മറ്റ് ഭീതിജനകമായ സാഹചര്യങ്ങളോ കൂരിരട്ടോ ഏകാന്തതയോ ഒന്നും എന്നെ ഭയപ്പെടുത്തുന്നില്ല. കാരണം കർത്താവ് എന്നോട് കൂടെയുണ്ട്. നീ എന്നോട് കൂടെ ഇരിക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്. അവിടെയാണ് പ്രിയമുള്ളവരെ ഒരു വിശ്വാസിയുടെ വിജയം. പഴയ നിയമഭക്തനായ അബ്രഹാം തേജോമനായ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചത്. ഇതാണ് വാസ്തവത്തിൽ വിശ്വാസം. അബ്രഹാം എങ്ങനെ യാത്ര തുടർന്നു? ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ താൻ
മുൻപോട്ട് സ്റ്റെപ്പുകൾ വെച്ചു. താൻ കണ്ട ദേശത്തേക്കല്ല, കാണിപ്പാനിരുന്ന ദേശത്തേക്ക്, മുമ്പേ പോയിട്ടില്ലാത്ത വഴിയെ ചുവട് വെച്ചപ്പോൾ ആ ദൈവം പാലും തേനും ഒഴുകുന്ന നാട്ടിലെത്തിച്ചു. ഞാൻ പറയട്ടെ, എന്നെ നിങ്ങളുടെയും ശോധന കൊണ്ടേയും ദുഃഖത്തിന്റെ വഴിയിൽ ഞാൻ തനിച്ചല്ല എന്ന ധൈര്യമാണ് ശരിയായ വിശ്വാസം നമ്മെ മുൻപോട്ട് നയിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അവനെ ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി. ആ ദിവസം വരെ സൂക്ഷിക്കുവാൻ ദൈവം ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. 2 തിമോഥെയോസ് 1:2. ഇവിടെ യോബ് പറയുന്നു, ദൈവം എന്നെ പൊന്നാക്കും, ഞാൻ പൊന്നുപോലെ പുറത്തു വരും. അഗ്നിശോധന ഒരിക്കലും നമ്മെ ഇല്ലാതാക്കാനല്ല. യോബിനെ സംബന്ധിച്ച് ഇനി എന്ത് നഷ്ടപ്പെടാനുണ്ട്? എല്ലാം നഷ്ടപ്പെട്ടു. ഇനി എന്ത് അനുഭവിക്കാനുണ്ട്? എല്ലാ തീവ്രമായ ദുഃഖങ്ങൾ കൂടി താൻ കടന്നുപോയി. പൊന്ന് ഉലയിൽ എന്ന പോലെ തീയിൽ ശോധന കഴിക്കുന്നു, അടികളിൽ വെച്ച് ചുറ്റിക കൊണ്ട് അടിക്കുന്നു. യോബിന്റെ മറുപടി, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും, അല്ലെങ്കിൽ ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ഈ പൊന്നിനെ തീയിലിട്ട് ശുദ്ധി വരുത്തി മാറ്റുകൂട്ടി അതിന്റെ മാലിന്യവും കീടുമെല്ലാം കളഞ്ഞ് ഉത്തമമായ ഒരു പൊന്നാക്കിയാണ് ഈ പ്രക്രിയയിലൂടെ ചെയ്യുന്നത്. ഞാൻ പുറത്തു വരും. ഇതൊക്കെ കാണുന്ന കൂട്ടുകാരും സാമാന്യ ബുദ്ധിക്കാരും ഒക്കെ പലതും കണ്ടിട്ട് പിറുപിറുക്കുകയും വിരോധമായി അവരുടെ മറുപടികൾ പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യും. ഇവൻ തീർന്നു, ഇവന്റെ കഥ കഴിഞ്ഞു, ഇവൻ ദൈവം ഇവനെ വിടുവിച്ചില്ലല്ലോ, ഇവൻ പറഞ്ഞ പോലെ ഒന്നും സംഭവിച്ചില്ലല്ലോ, ഇവൻ പറഞ്ഞ എന്താണ്, ഞാൻ പുറത്തു വരും, ഐ വിൽ കം ഔട്ട്. എന്നാൽ യോബിന്റെ പുസ്തകം അവസാനിക്കുമ്പോൾ മറ്റുള്ള സകലരുടെയും പ്രതീക്ഷകൾക്കപ്പുറമായി ശോധനയിലൂടെ കടന്നുപോയി താൻ പൊന്നായി തനി തങ്കമായി യോബ് പുറത്തു വന്നു. ദൈവം സന്ദർശിക്കുന്ന രാത്രികൾ എത്ര സുന്ദരങ്ങളാണ്. പരീക്ഷ സഹിക്കുന്നവനെ കൊള്ളാവുന്നതിനാകുന്നു, അവർക്ക് മാത്രമേ ജീവകിരീടം പ്രാപിക്കാൻ കഴിയൂ. ഈ പഠനങ്ങൾ ആത്മജീവിതത്തിൽ വിശ്വാസത്തിൽ കരുത്തുള്ളവരാക്കി പരീക്ഷകൾ നിലനിൽക്കുവാൻ, അനുഭവ പാഠങ്ങളിൽ നാം വിജയിക്കുവാൻ ഏവർക്കും കർത്താവ് കൃപ നൽകട്ടെ. ഗോഡ് ബ്ലസ് യു.